ഹലോ ഗൈസ്, ഹാപ്പി റിപ്പബ്ലിക് ഡേ എല്ലാവർക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ നാളെ റിപ്പബ്ലിക് ഡേ ആയിട്ട് റെഡ് വെൽവെറ്റിലൊന്ന് പോയിട്ട് കുറച്ച് ലഡ്ഡൊക്കെ കുട്ടികൾക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് കുക്കുവിൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കടയാണ്. അപ്പോൾ നമ്മളിതാ കിച്ചുവിൻ്റെ കടയിലേക്ക് പോവാം കേട്ടോ, ലഡ്ഡു വാങ്ങിക്കാനായിട്ട്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അംഗനവാടിക്ക് കയറിയിട്ടുള്ള ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ അതേ കണ്ടില്ലേ, അങ്ങനെ കുഞ്ഞിലിട്ട് നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് കുറേ വാങ്ങിക്കാം. ഓക്കെ, അപ്പം നമ്മളത് വാങ്ങിച്ച് സെറ്റാക്കി വീട്ടിലെത്തി. ഇനി നമുക്കിന്നൊരു പ്രോഗ്രാമും കൂടി ഉണ്ട് സ്കൂളിൽ. ഡാൻസ്, പാട്ട്, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അപ്പം സാരിയൊക്കെ എന്ന് വിചാരിച്ചാൽ സാരിയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാകും. ഓക്കെ, അങ്ങനെ നമ്മളിതാ പതാക ഉയർത്താനുള്ള പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറ്റത്തൊക്കെ കൂടെ ഓടി നടക്കണം കേട്ടോ കേസ്. അങ്ങനെ മുന്നിലുള്ള പൂക്കളൊക്കെ പറിച്ച് കൊടുന്നു. ഓക്കെ, യെസ്, നമ്മൾ സെറ്റായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ, അംഗൻവാടി എത്തി. നമ്മളതാ പരിപാടികളൊക്കെ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ എല്ലാ കൊച്ചുമക്കളും എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ സുന്ദരനും സുന്ദരിമാരും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ മെമ്പർ വരുന്നുണ്ട് കേട്ടോ പതാക ഉയർത്താനായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ രണ്ടും പ്ലാനിങ് ആണെന്നൊക്കെ. യെസ് ഗൈസ്, നമ്മളിപ്പോൾ ഡാൻസ് ഉള്ളത് യൂണിഫോമിൽ തന്നെ വന്നതാണ് കേട്ടോ രാവിലെ. ഓക്കെ, അതപ്പോൾ നമ്മളതാ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ശരിക്കും നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് നമ്മളതിങ്ങനെ അല്ലേ അങ്ങനെ കണ്ടിട്ടുള്ളത്. പതാക ഉയർത്തലും മിഠായി കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. കുറേ ഒരു ബ്രേക്കിന് ശേഷം ഇത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഒരു എന്താ ഇതൊരു നല്ലൊരു മൊമെൻ്റ് ആയിട്ട് തോന്നി എനിക്ക്. അങ്ങനെ ഗൈസ്, സായിട്ടൻ കണ്ടില്ലേ എന്തൊക്കെയാ പറഞ്ഞ് അമ്മേൻ്റെ അടുത്ത് എന്തൊക്കെയാ പറഞ്ഞ് വെറുതെ അടിക്കുന്നുണ്ട് കേട്ടോ സായൂട്ടൻ. അതെ, കുക്കു അച്ഛൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒക്കെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ വാശി പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അതാ എല്ലാവരും നമ്മളങ്ങനെ ഫ്രണ്ടിലേക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ എല്ലാ പാരൻസും കുട്ടികളെല്ലാവരും ഇനി സിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഗൈസ്, നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അങ്ങനെ നമ്മളൊക്കെ ഉയർത്തി. യെസ്, അപ്പോൾ നമ്മളത് കെട്ടി വയ്ക്കണം കേട്ടോ ഗൈസ്. സക്സസ്ഫുള്ളി നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ സല്യൂട്ട് ചെയ്തു. പിന്നെ മെമ്പർ എന്താണ് റിപ്പബ്ലിക് ഡേ എന്നതിനെ കുറിച്ചിട്ട് കുട്ടികൾക്കൊരു ഷോർട്ടായിട്ട് കുറച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് റിപ്പബ്ലിക് ഡേ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാ ഗൈസ് ക്ലാസ് കഴിഞ്ഞ് നമ്മളതാ ഇനി എല്ലാവർക്കും മധുരം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നമ്മളെല്ലാം മെമ്പർ ലഡ്ഡു വിതരണം നടത്തുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എല്ലാവരും ഹാപ്പിയായി. നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാ പാരൻസും അതാ ലഡ്ഡു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ, ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മാത്രം ഡയറി മിൽക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൊടുത്തു എല്ലാവർക്കും. അങ്ങനെ കുക്കുനും കൊടുത്തു ഒരു ലഡ്ഡു. അങ്ങനെ ഞാനും എടുത്തൊരു ലഡ്ഡു ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ക്ലീനിങ് പരിപാടിയിലേക്കാണ് കേട്ടോ. കസേരയൊക്കെ അടുക്കി വെച്ചു. അപ്പോൾ എല്ലാവരും പോയപ്പോൾ അവൻ സെറ്റായിട്ടോ ഗൈസ്. എല്ലാവരും പോയപ്പോൾ അവൻ ഉഷാറായി. അവൻ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. ഇനി ഭയങ്കര മെയിനായിരിക്കും കേട്ടോ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു സ്വഭാവമുള്ളൂ. അങ്ങനെ അതായത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്.
അപ്പോൾ അത് എല്ലാവരും ലഡ്ഡുമൊക്കെ വെച്ചിട്ട് ലഡ്ഡുണ്ട് ഒരു പൊടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചിട്ട് ചൂലൊക്കെ നിന്നിട്ട് അടിച്ചു പോലെയാണ് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. ഓളം താളം ഗൈസ്. ബൈ.